ഇന്ന് നമ്മൾ കേൾക്കാൻ പോണ കഥ തെന്നാലി രാമന്റെ തന്നെ കഥയാട്ടോ. രാജ്യത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി എന്നാണ് കഥയുടെ പേര്. നമ്മുടെ രാജാവിനാണെങ്കിൽ കുതിരകളെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിൽ കുതിരകളെ പാർപ്പിക്കുന്നതിനായിട്ട് ഒരു വലിയ കുതിരാലയം തന്നെ പണിതിരുന്നു. അതിൽ പലതരത്തിലുള്ള നിരവധി കുതിരകളെയും അദ്ദേഹം വളർത്തിയിരുന്നു. രാജാവിൻ്റെ കുതിര സ്നേഹമാണെങ്കിലോ നാട് മുഴുവനും അറിയാം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു കുതിര വ്യാപാരി കൊട്ടാരത്തിൽ എത്തുകയുണ്ടായി. രാജാവിനെ മുഖം കാണിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, രാജാവേ, ഞാൻ അയൽ രാജ്യത്ത് നിന്നും വന്നതാണ്. എൻ്റെ പക്കൽ അറേബ്യയിൽ നിന്നും കൊണ്ടുവന്ന ഒരു കുതിരയുണ്ട്. ഞാൻ അതിനെ വിൽക്കുവാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് അങ്ങയുടെ കുതിര സ്നേഹത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത്. ഇത്രയും നല്ല കുതിരയെ മറ്റാർക്കെങ്കിലും നൽകുന്നതിനേക്കാൾ അങ്ങേക്ക് നൽകുന്നതാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത് എന്ന് അദ്ദേഹം പറയാണ്. ഇത് കേട്ടതും രാജാവിനും ഭയങ്കര സന്തോഷമായി. അദ്ദേഹം വ്യാപാരിയോട് കുതിരയെ കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെട്ടു. കുതിരയെ കണ്ട മാത്രയിൽ തന്നെ രാജാവിന് കുതിരയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല ലക്ഷണമൊത്ത കുതിര. എൻ്റെ കുതിരകളുടെ കൂട്ടത്തിൽ ഈ കുതിര കൂടി വന്നാൽ അതെനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇത് കേട്ടതും വ്യാപാരി സന്തോഷത്തോടെ രാജാവിനെ അറിയിച്ചു. അല്ലയോ രാജാവേ, കുതിരയെ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ എനിക്ക് അതിയായ ആഹ്ലാദമുണ്ട്. എൻ്റെ പക്കൽ ഇതുപോലെ 2 കുതിരകൾ കൂടിയുണ്ട്. അങ്ങേക്ക് ആ കുതിരകളെയും തീർച്ചയായും ഇഷ്ടപ്പെടും. ആ കുതിരകളെയും ഞാൻ അറേബ്യയിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെയാണ്. ഞാൻ ഇന്ന് ഈ ഒരു കുതിരയെ മാത്രമാണ് കൊണ്ടുവന്നത്. അങ്ങേക്ക് വേണമെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ആ 2 കുതിരകളെയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാം. കുതിരസ്നേഹിയായ രാജാവ് ഇത് കേട്ടതും വളരെയധികം സന്തോഷവാനായി. അദ്ദേഹം പറയാണ്, കൊള്ളാം, ഇതുപോലെ ലക്ഷണമൊത്ത കുതിരകളാണെങ്കിൽ അവയെയും വാങ്ങുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിനു മുൻപായിട്ട് 5000 സ്വർണ്ണ നാണയങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ നൽകാം. 5000 സ്വർണ്ണ നാണയങ്ങൾ മുൻകൂറായി കിട്ടിയപ്പോൾ ആഹ്ലാദഭരിതനായിട്ട് തീരുകയാണ് നമ്മുടെ വ്യാപാരി. 2 ദിവസത്തിനുള്ളിൽ തന്നെ മറ്റു 2 കുതിരകളെയും കൊണ്ട് ഞാൻ മടങ്ങി വരാം എന്ന് അദ്ദേഹം പറഞ്ഞു. രാജാവ് ആ 2 കുതിരകളെ കൊണ്ടുവരുമെന്ന വിശ്വാസത്തിലിരുന്നു. 2 ദിവസം എന്നത് 2 ആഴ്ചയായി. എന്നാൽ വ്യാപാരി വന്നതേയില്ല. രാജാവും കൊട്ടാരത്തിലുള്ളവരും എല്ലാം ക്രമേണ ഈ കുതിരയുടെ കാര്യം മറന്നു തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവ് കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു മരച്ചോട്ടിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്ന തെന്നാലി രാമനെ കണ്ടത്. രാജാവ് തെന്നാലി രാമന്റെ അടുത്തേക്ക് ചെന്നു. രാജാവിനെ കണ്ടതും തെന്നാലി രാമൻ താൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് മറച്ചു വെക്കുകയും ചെയ്തു. ഇത് കണ്ട രാജാവിന് ആകെ സംശയമായി. അദ്ദേഹം തെന്നാലി രാമനോട് ചോദിക്കാന്ന് വിചാരിച്ചു, നിങ്ങൾ എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്? എന്നെ കണ്ടപ്പോൾ എന്തിനാ അത് മറച്ചു വെച്ചത്? എന്നാൽ തെന്നാലി രാമൻ ഇതിന് മറുപടി ഒന്നും പറയാതെ മിണ്ടാതെ നിന്നു. ഇത് കണ്ട രാജാവിന് സംശയവും ആകാംക്ഷയും വർദ്ധിച്ചു. ഒടുവിൽ രാജാവിന്റെ നിർബന്ധം കാരണം തെന്നാലി രാമൻ എഴുതിക്കൊണ്ടിരുന്നത് രാജാവിന്റെ കയ്യിൽ കൊടുക്കേണ്ടി വന്നു. അത് വാങ്ങി വായിച്ചു നോക്കിയ രാജാവ് തെന്നാലി രാമനോട് ചോദിച്ചു, ഇതെന്താണ്? ഇതിൽ നമ്മുടെ രാജ്യത്തിലെ ഒരുപാട് പേരുടെ പേരുകൾ എഴുതിയിട്ടുണ്ടല്ലോ. ഇതിൽ ആദ്യത്തെ പേര് എൻ്റെ ആണല്ലോ. എന്തിനാണ് ഇങ്ങനെ പേരുകൾ എഴുതിക്കൊണ്ടിരിക്കണത്? ഇത് കേട്ടതും തെന്നാലി രാമൻ പറഞ്ഞു, അങ്ങക്ക് ദേഷ്യം വരില്ലെങ്കിൽ മാത്രം ഇതിനുള്ള ഉത്തരം ഞാൻ പറയാം. രാജാവ് ദേഷ്യപ്പെടില്ല എന്ന് തെന്നാലി രാമന് വാക്കു കൊടുത്തു. രാജാവിന്റെ ഉറപ്പ് കിട്ടിയപ്പോൾ തെന്നാലി രാമൻ പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തെ വിഡ്ഢികളുടെ കണക്കെടുക്കുകയായിരുന്നു. അതിനു വേണ്ടിയാണ് ഈ പേരുകൾ എഴുതിയിരിക്കുന്നത്. ഇത് കേട്ട രാജാവ് അമ്പരന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ പേരാണല്ലോ ഇതിൽ ഏറ്റവും ആദ്യം കിടക്കുന്നത്. ഉടൻ തന്നെ തെന്നാലി രാമൻ രാജാവിനെ കുതിര വ്യാപാരിയുടെ കാര്യം ഓർമ്മിപ്പിച്ചു. ഒരു പരിചയവും ഇല്ലാത്ത ഒരാൾക്ക് 5000 സ്വർണ്ണ നാണയങ്ങൾ മുൻകൂറായി നൽകിയ രാജാവിൻ്റെ വിഡ്ഢിത്തത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ രാജാവ് തെന്നാലി രാമനോട് ചോദിച്ചു, അങ്ങ് എന്താണ് കരുതുന്നത്? ഇനി ഒരിക്കലും ആ കുതിര വ്യാപാരി വരില്ല എന്നാണോ? ചിരിച്ചുകൊണ്ട് തെന്നാലി രാമൻ പറഞ്ഞു, ഒരിക്കലും അയാൾ തിരിച്ചു വരാൻ പോകുന്നില്ല. ഇനി ഒരു പക്ഷെ അയാൾ വരികയാണെങ്കിൽ ഞാൻ അതിൽ അങ്ങയുടെ പേര് മാറ്റി പകരം ആ കുതിര കച്ചവടക്കാരൻ്റെ പേരെഴുതും. ഇത് കേട്ട രാജാവിന് തൻ്റെ വിഡ്ഢിത്തം മനസ്സിലായി. അദ്ദേഹം പിന്നീട് ഒരിക്കലും അപരിചിതനെ കണ്ണടച്ച് വിശ്വസിച്ചിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തെന്നാലി രാമൻ്റെ മറ്റൊരു ഗുണപാഠേറിയിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ കേട്ടത്. ഇനി അടുത്ത ദിവസം മറ്റൊരു കഥയുമായിട്ട് കാണാം.